ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ലോങ് വീഡിയോ ചെയ്യാറുണ്ട്. ഇപ്പോൾ 1 മന്തായി ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട്. എന്നാൽ പിന്നെ ഇന്ന് ഒരു ലോങ് വീഡിയോ ആകാം. ഇന്നത്തെ വിഷയം എൻ്റെ ബിസിനസ്സാണ്. സ്റ്റാറെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെൽക്കം ടു സ്റ്റാറ. അതിനു മുമ്പ് സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കും കേട്ടോ. ഞാൻ സ്റ്റാറെ കുറിച്ച് നിങ്ങളോട് പറയുന്നത്, ഞാൻ വളരെ പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും പ്രയത്നത്തോടെയാണ് എൻ്റെ സ്റ്റാർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഓൾ കേരള ഡെലിവറിയാണ്. ഓഫ്ലൈനായിട്ട് ഞാൻ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ സ്റ്റാർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്ഥലപരിമിതിക്കും ഉള്ള സൗകര്യത്തിലും ചെറിയ രീതിയിൽ ഞാൻ എൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്തു. വീടിനടുത്തും പിന്നെ എനിക്കറിയാവുന്നവർക്കാണ് ഞാൻ ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നത്. ചെറിയ രീതിയിൽ തന്നെ തുടരാനല്ല, ഇത് വലുതാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് സുഹൃത്തുക്കളെ ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പിന്നെ പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെയല്ലേ, ഡ്രസ്സ് ഇടുന്നതും ഇട്ട് വീഡിയോ എടുക്കുന്നതും എടുക്കാത്തതും ഒക്കെ. ഞാൻ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ എടുക്കുന്ന ഒരു സമയമുണ്ട്. തീർച്ചയായിട്ടും ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വീഡിയോ എടുക്കും. ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ്സിന് സ്റ്റോക്കിൽ നിന്നും നിങ്ങളെ ഡ്രസ്സ് ഇട്ട് കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യും. ഇപ്പോൾ ഞാൻ തൽക്കാലം ഡ്രസ്സ് കളക്ഷൻസുള്ള ഡ്രസ്സ് ഇട്ട് വീഡിയോ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ? എനിക്ക് ഡ്രസ്സില്ലാതെയാണോ ഞാൻ വിൽക്കുന്നതെന്ന് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ആരായാലും മേടിക്കുമല്ലോ. ഇത് ഞാൻ എൻ്റെ ഷോപ്പിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഡ്രസ്സസാണ്, കളക്ഷൻസാണ്. അതിന്ന് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഒരു ഡ്രസ്സ് എടുക്കും. പിന്നെ അതുപോലെ സുഹൃത്തുക്കളെ, ഓൺലൈൻ വഴി ഇപ്പം എനിക്ക് വെബ്സൈറ്റും എൻ്റെ കോൺടാക്റ്റ് നമ്പറുമാണ് നിങ്ങൾക്ക് ബുക്കിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാറയിൽ ഓൺലൈൻ വഴി പല രീതിയിലും പറ്റിക്കപ്പെടുന്ന കാലമാണല്ലോ. അതുപോലെ ഇപ്രാവശ്യം ഞാൻ പറ്റിക്കപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. എനിക്ക് വളരെ പ്രയാസമുണ്ട്, ആ ഒരു കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. ഞാൻ ഇപ്രാവശ്യത്തെ സ്റ്റോക്ക് എടുക്കുന്ന കൂട്ടത്തിൽ ഓൺലൈൻ വഴിയും കൂടെ പർച്ചേസ് ചെയ്തു. അത് ഓണത്തിൻ്റെ സ്പെഷ്യൽ കളക്ഷനായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. വളരെ മനസ്സിന് ഒരു ഓണ ടച്ച് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റായിരുന്നു. പക്ഷേ എനിക്ക് പ്രോഡക്റ്റും കിട്ടിയില്ല, എൻ്റെ ക്യാഷും കിട്ടിയില്ല. ആ ഒരു പ്രയാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് ഓണത്തിന് എൻ്റെ ഓണ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ ഓണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ഞാൻ എറണാകുളത്തു നിന്നാണ് സ്റ്റോക്ക് എടുക്കുന്നത്. ഞാൻ ഓൺലൈൻ വഴി ആണ് ഇപ്രാവശ്യം ഓണ കളക്ഷൻസ് പർച്ചേസ് ചെയ്തത്. നമുക്കിനി തീർച്ചയായിട്ടും ഞാൻ ആ തെറ്റൊക്കെ തിരുത്തി നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്കായി കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ട് ഞാൻ പറ്റിക്കപ്പെട്ടതുപോലെ നിങ്ങളൊരിക്കലും നിങ്ങളെ പറ്റിക്കില്ല. നിങ്ങളൊരിക്കലും പറ്റിക്കപ്പെടില്ല. സ്റ്റാറെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പിന്നെ എൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ക്യാഷ് പോകുമെന്നുള്ളൊരു ടെൻഷൻ വേണ്ട. എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. QR കോഡൊന്നും ആയിട്ടില്ല സുഹൃത്തുക്കളെ, ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം എൻ്റെ നമ്പറിലാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ടത്. വെബ്സൈറ്റിലും എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ നമ്പറുമാണ് കൊടുത്തിട്ടുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് വെബ്സൈറ്റ് വഴിയും എൻ്റെ നമ്പറിലുമാണ്. എൻ്റെ നമ്പറിൽ അറിയാലോ സുഹൃത്തുക്കളെ, പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിൽ പോലും ഞാൻ ആ നമ്പർ തന്നെയാണ് എൻ്റെ സ്റ്റാറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ ഹാക്കിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തത്. അതുപോലെ എൻ്റെ ക്ലോത്ത് നഷ്ടപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോപ്പ് ഉടമയെ വിളിച്ചു. ഷോപ്പ് ഉടമയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും ആയില്ല. എനിക്ക് ഒന്നീ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്യാഷ്, അതാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഇല്ലാന്നില്ല. ഒരു പ്രാവശ്യം നമ്മൾ വിട്ടാൽ അത് പിന്നെ വീണ്ടും അതേപോലെ തന്നെ ആവർത്തിക്കും. അതുകൊണ്ടാണ് എനിക്ക് വിടാൻ ഒരു മനസ്സ് വരുന്നില്ല. അപ്പോളേ സുഹൃത്തുക്കളെ, പിന്നെ എന്താണ് സ്റ്റാറെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്? പല കാര്യങ്ങളും വിട്ടുപോയോ എന്നൊരു സംശയമുണ്ട്. വിട്ടുപോയതൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഓൾ കേരള ഡെലിവറിയാണ്. നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് വെബ്സൈറ്റിലും എൻ്റെ നമ്പറിലുമാണ്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. പിന്നെ ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നത് ട്രിവാൻഡ്രത്ത് എൻ്റെ വീടിനടുത്തും പിന്നെ എനിക്കറിയാവുന്നവർക്കാണ് ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിങ്ങേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അഫോർഡബിളായ പ്രൈസിലാണ് ഞാൻ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെന്താ നിങ്ങളോട് പറയാനുള്ളത്? ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഒക്കെ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എന്താണ് ക്യാഷ് പോകുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. കൊറിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡിലേയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ നടപടികളെല്ലാം നോക്കിക്കോളും. പിന്നെന്താ നിങ്ങളോട് പറയാനുള്ളത്? ഞാൻ ചുവട് വെച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ക്ലോത്തിങ് ബിസിനസ്സിൽ ചുവട് വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഗൈസ്. നിങ്ങളും സഹകരിക്കുക. പിന്നെ QR കോഡൊന്നും കൊടുത്തിട്ടില്ല വെബ്സൈറ്റിൽ. എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്, എൻ്റെ അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ക്യാഷ് പോകുന്നൊരു ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് എന്നെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ക്യാഷ് അയച്ചിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴിയല്ലേ മേടിക്കുന്നത്, അത് നമ്പറിലാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ ഞാൻ നിങ്ങളോട് പറയേണ്ടത്? എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പറയാനുള്ളതൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഓർക്കുമ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്നാൽ ഇന്നത്തേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താമല്ലേ ഗൈസ്. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ എൻ്റെ ചാനൽസിൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി. പിന്നെ എന്നാൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്തല്ലോ. പിന്നെ വീഡിയോ എടുത്തു തരാനൊന്നും ആളില്ലാത്തതുകൊണ്ട് സെൽഫ് വീഡിയോ അല്ലേ, ഇപ്പം റിമോട്ട് കൺട്രോളിലാണ് കൈകാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ. ഓഫ് ആവുന്നില്ല ഗൈസ്, സമയം കഴിഞ്ഞതുകൊണ്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഓഫാക്കാം.